അപ്പോൾ ഇതെന്താ ആപ്പിളായിട്ടെന്നല്ലേ, നമ്മുടെ ആപ്പിൾ വെച്ചിട്ടുള്ള ഫ്രഷ് ആപ്പിൾ വെച്ചിട്ടുള്ള ഒരു ഈസി ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ബ്രെഡാണ്. അപ്പോൾ ഈസ്റ്റോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? കമോൺ ലെറ്റ്സ് ഗോ. ആദ്യമായിട്ടൊരു ബൗൾ എടുത്ത് വയ്ക്കാം. അതിലേക്കൊരു സ്റ്റെയിനർ വെച്ച് കൊടുക്കാം. ഇനി മൈദയാണ്, 1.5 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, 3/4 ടീസ്പൂൺ അളവിൽ സിനമൺ പൗഡറാണ്, സിനമൺ പൊടിച്ചെടുത്തിട്ടുള്ള പൗഡറാണ്, അത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ സോൾട്ട്, നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കാം. അര കപ്പ് അളവിൽ ഷുഗർ, വൈറ്റ് ഷുഗർ അര കപ്പ് അളവിൽ ഞാൻ പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. അതിലേക്ക് ബ്രൗൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്, അത് അര കപ്പ് അളവിൽ ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നട്ട്മഗാണ്, ജാതിക്കയുടെ ഉള്ളിലുള്ള കുരു. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ വേണം. ഇതുപോലെ നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇത് മതി, ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 100 ഗ്രാം അളവിൽ ബട്ടറാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് മെൽറ്റ് ചെയ്യണം, ഇങ്ങനെ ചേർക്കാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനൊന്ന് ഓവനിൽ വെച്ചിട്ട് ഉരുക്കിയിട്ട് വരാം. ഓക്കെ, ബട്ടർ മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ആപ്പിളിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നേരത്തെ ചെയ്ത് വെക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കളർ ചേഞ്ച് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ആപ്പിൾ പീൽ ചെയ്ത് വെച്ചാൽ മതിയാകും. ഓക്കെ, എല്ലാം തന്നെ കളർ ചേഞ്ച് വരും. ഇതൊന്ന് പീൽ ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് ആപ്പിൾ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് ഡയറക്റ്റ് ഇതിലേക്ക് ചേർക്കരുത്. കുറച്ച് നേരം പുറത്ത് വെച്ചതിന് ശേഷം റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഉപയോഗിക്കുക. അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ആപ്പിൾ പീൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടാണ് നല്ലത്. അപ്പോൾ ഇത് ബട്ടർ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 എഗ്ഗ് ഞാൻ പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുള്ളതാണ്, ഇതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വാനില എസൻസ് ചേർക്കുന്നില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ആപ്പിൾ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലാണ് അത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ തന്നെ ചെറിയൊരു നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് തന്നെ ചെറിയൊരു കളർ ചേഞ്ച് വരുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഇത് കുഴപ്പമില്ല, വേഗം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ആപ്പിൾ ഫുള്ളായിട്ടും ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വേണ്ട, കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കി നമുക്കങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. 1.5 ആപ്പിളാണ് വരുന്നത് കേട്ടോ. ഇത് ഞാൻ എൻ്റെ കുഞ്ഞാവുണ്ട്, അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ചേർത്തതാണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആപ്പിൾ ചേർക്കുമ്പോൾ തന്നെ ബാറ്റർ നന്നായിട്ട് ലൂസായി വരും. ഇങ്ങനെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 100 ഗ്രാം അളവിൽ കാഷ്യൂ ആണ് ചേർക്കുന്നത്. ഒരു ക്രഞ്ചി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കാഷ്യൂ എടുക്കുന്നതിന് പകരം ആൽമണ്ടോ വാൽനട്ടോ ഇഷ്ടമുള്ള നട്ട്സ് ഏതാണ് കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ആപ്പിളിലേക്കൊക്കെ ഇടയിൽ ഇത് കടിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാനിതിൽ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് മുകളിലൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മതി. ആപ്പിളിൻ്റെ ആ പുളിപ്പൊക്കെ വന്നപ്പോഴത്തേക്ക് ബാറ്റർ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി ബേക്കിംഗ് ട്രേ എടുക്കാം. ബേക്കിംഗ് ട്രേ ഞാൻ നേരത്തെ ഇതുപോലുള്ളൊരു ടിന്നാണ്. ഇത് നേരത്തെ ബട്ടർ പേപ്പർ എല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ബ്രെഡിന് നല്ല സ്മെല്ലാണ് കേട്ടോ. നമുക്ക് അടുത്ത് നിൽക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് കഴിക്കാനായിട്ട് തോന്നും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റുമാണ്. നമ്മുടെ ഓവൻ അവിടെ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ മറക്കല്ലേ.
ഇനി നമ്മളിതിൻ്റെ മേലേക്ക് കുറച്ച് കാഷ്യൂ ഇതുപോലെ വിതറി കൊടുക്കുകയാണ്. സാധാരണ ബ്രെഡ് ചെയ്യുമ്പോൾ നമ്മളതിന് മേലേക്ക് ഇതുപോലെ ചെയ്യാറില്ല. പക്ഷേ ഈ ആപ്പിൾ ബ്രെഡ് ചെയ്യുന്ന സമയത്ത് അതിന് മേലെ ഒരു ക്രഞ്ചി ക്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് ഷുഗർ തരിയുള്ള പഞ്ചസാരയാണ്. ജസ്റ്റ് മേലെ ഒന്ന് ക്രഞ്ചി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരുപാട് ചേർക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, മുകൾ വശം ഒന്ന് ക്രഞ്ചി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് മതി. ഇത് വയ്ക്കാം. 170 ഡിഗ്രിയിൽ 50 മിനിറ്റാണ് നമ്മൾ എടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഓവനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 50 മിനിറ്റ് കഴിയുമ്പോൾ ഒരു സ്ക്വയർ എടുത്ത് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. അതിലൊട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓവൻ ഓഫ് ചെയ്യാം. ഹായ്, ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ 50 മിനിറ്റാണ് എടുത്തത്. 170 ഡിഗ്രിയിൽ 50 മിനിറ്റ്. അപ്പോൾ ഓരോരുത്തരുടെ ഓവനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് എന്താ പറയുക, പാത്രം നമ്മൾ എടുക്കുന്ന പാത്രം ഡിഫറെൻ്റ് ആയിരിക്കും. അതിനനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ടൈം വ്യത്യാസം വരാം കേട്ടോ. സോറി, എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് വോയിസ് ഒന്നും തീരെ ക്ലിയർ അല്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമുക്കിത് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്യാം. കുറച്ചിങ്ങനെ വലിയ വട്ടത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കട്ടെ. തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് തണുത്തതിന് ശേഷം കാണാം. അപ്പോൾ അതാ ബ്രെഡ് തണുത്തിട്ടുണ്ട്. തണുത്തോളം നന്നായിട്ട് തണുത്തിട്ടില്ല, എന്നാലും അത്യാവശ്യം തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ മേലെ ഭാഗം കുറച്ച് ക്രഞ്ചി ക്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ പൊടിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ല മൂർച്ചയുള്ള കത്തി വെച്ച് കട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഉള്ളിലൊക്കെ നല്ല നട്ട്സും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിപൊളിയല്ലേ? നല്ല ടേസ്റ്റിയാണ്, നല്ല സ്മെല്ലാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.